ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് കേട്ടോ. ഈ ഒരു സ്വീറ്റ് റെഡിയാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ വെച്ചിരിക്കുന്ന അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ അളവിൽ സെയിം അളവിൽ 1 കപ്പ് കടലമാവും കൂടെ ഇട്ട് കൊടുക്കണം. നമ്മൾ തീ കത്തിച്ചിട്ടല്ലേ, ഞാൻ ഒന്നുകൂടെ പറയാണ്. ആ പാൻ എടുത്തന്നേ ഉള്ളൂ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ. 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ പൊടികളൊക്കെ ഒന്ന് മിക്സ് ആയി വരണം. ഉപ്പും എല്ലാ പൊടികളിലേക്കും ഒന്ന് മിക്സ് ആയി വരാം. പിന്നെ ചെയ്യേണ്ടത് ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ശർക്കര പാനി നമുക്ക് തയ്യാറാക്കണം. ഞാനൊരു 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഉരുകി വരട്ടെ. നമുക്ക് ആവശ്യമുള്ള പോലെ നന്നായിട്ട് ഉരുകി ഒരു നൂൽ പരുവൊന്നും ആവണ്ട, നന്നായിട്ട് ഒന്ന് കുറുകി വന്നാൽ മതി കേട്ടോ. പിന്നെ ചെയ്യേണ്ടത്, നമുക്കിത് തയ്യാറാക്കാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ ട്രേ വേണമെങ്കിലും എടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഈ ബട്ടർ പേപ്പറിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒന്ന് തൂക്കി കൊടുക്കണം. ഞാനൊരു വലിയ ഷേപ്പ് അങ്ങനെ നോക്കിയൊന്നുമില്ല, എൻ്റെ അടുത്തുള്ളൊരു പാത്രം എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക്, ട്രേ ഒക്കെ. അതിലേക്ക് നെയ്യ് നന്നായിട്ട് തൂവി കൊടുത്തിട്ട് ഇതും അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. പശു നെയ്യാണ് ഞാൻ ആക്കി കൊടുക്കുന്നത്. എന്നിട്ട് അതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും നമുക്ക് ശർക്കര പാനി റെഡിയായോ നോക്കാം. ഏതാണ്ട് ശർക്കര പാനി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് അരിച്ചിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ ആ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയത്തിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോകരുത്, മീഡിയത്തിൽ തന്നെ ഇടണം കേട്ടോ. നല്ലൊരു മണം വരും, നല്ല ഒരു പൊടികളൊക്കെ വെന്ത മണം, ആ ഒരു പച്ച മണമൊക്കെ മാറിയിട്ട് പൊടികളൊക്കെ വെന്ത ഒരു മണം വരുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണിത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. കാരണം വായിലിട്ടാൽ നല്ല അലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റാണ്. ദീപാവലിയൊക്കെയല്ലേ, അപ്പം നല്ലൊരു സ്വീറ്റ് കഴിക്കണം എന്ന് തോന്നിയാൽ അത്യാവശ്യം കുറച്ച് ഹെൽത്തി ആയിട്ടാണ് ഞാനിത് റെഡിയാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ധൈര്യത്തിൽ കൊടുക്കാം. അങ്ങനെ ഇത് ഏകദേശം കണ്ടോ, കുറച്ച് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ആയാൽ മതി. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലൊരു വെന്ത മണം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം മീഡിയത്തിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ ഫ്ലെയിം. ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിങ്ങനെ വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഇതൊക്കെ വരും, അത് സാരമില്ല. അതിങ്ങനെ നമ്മളിങ്ങനെ വഴറ്റി വരുമ്പോൾ റെഡിയായി വന്നോളും. ഇനി ഇതിലേക്ക് കുറച്ച് പശു നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ. കണ്ടോ, വഴറ്റി വരുമ്പം തന്നെ അതിങ്ങനെ ഒരു ഉരുകി വെള്ളം ഇങ്ങനെ വരുന്ന പോലെ ഉണ്ടാവും. ഇങ്ങനെ നമ്മളിങ്ങനെ വഴറ്റി വരുമ്പം തന്നെ കണ്ടോ, കുറച്ചും കൂടെ ലൂസായ ഒരു കൺസിസ്റ്റൻസി ആയി വരും. ഇതിലേക്ക് പശു നെയ്യ് ഞാനൊരു 1.25 ടേബിൾ സ്പൂണോളം പശു നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും ചേർത്തിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഏലക്കായൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ഒരു ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം വരും. ആ പരുവം വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കണ്ടോ, ഇത് അന്നേരം ആദ്യമൊക്കെ ഒരു ഒട്ടിപ്പിടിക്കുന്ന പോലൊക്കെ ഉണ്ടാവും. പിന്നെ അത് റെഡിയായി വന്നോളും കേട്ടോ. ചെറിയ ചൂട് തന്നെ വെക്കണേ. അപ്പോൾ ഇത് കണ്ടോ, പാനിൽ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്, റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പാത്രമില്ലേ, ബട്ടർ പേപ്പറൊക്കെ വെച്ചിരിക്കുന്ന, അതിലേക്ക് ഇത് മാറ്റി കൊടുക്കണം കേട്ടോ. കണ്ടോ, ഇങ്ങനെ വിട്ട് വരണം. ഇതിലും കൂടുതൽ നേരം വെക്കണ്ട. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അത് എടുത്തിട്ട് ഈ ഒരു ചൂടോടെ തന്നെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ആ ബട്ടർ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. അതില് പിന്നെ ഇളം ചൂടിൽ വെച്ച് ചെയ്തില്ല പിന്നെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ്. ഇനി അതിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു ഇതിനെ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് അത്യാവശ്യം ഒരു നല്ല രീതിയിൽ സൈഡെല്ലാം ഓക്കെ ആക്കി നമുക്ക് വേണ്ടുന്ന ഒരു രീതിയിലൊന്ന് ഷേപ്പ് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം.
കണ്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് വായിൽ ഇട്ട് കഴിക്കാൻ തോന്നും. അങ്ങനെ നല്ലൊരു മണോ, നെയ്യുടെ മണോ, ആ കടലമാവിന്റെ ഒക്കെ ആ ഒരു ഇതൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ഒന്ന് ഹെൽത്തി ആക്കാൻ വേണ്ടി ഇവിടെ എള്ളും അവിലും നിലക്കടലയും ബദാമും ഒക്കെ കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു മിശ്രിതം ഉണ്ടായിരുന്നേ. അത് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. ഓപ്ഷണൽ മാത്രമാണ്, കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കശുവണ്ടി പരിപ്പോ മുന്തിരി എന്ത് വേണമെങ്കിലും ഒന്ന് വാട്ടിയിട്ട് അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ബദാം എന്താണെങ്കിലും നമുക്കത് ഇഷ്ടമുള്ള. ഞാനിത് ആ ഒരു എള്ളും അവിലും ഒക്കെയുള്ള ആ പൊടികൾ അതിന്റെ ഒരു പ്രത്യേക ഒരു രസം, പിന്നെ കുറച്ച് ഹെൽത്തിയും ആണല്ലോ, അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിൽ ഒരു മണിക്കൂറൊക്കെ വെച്ച് ഒന്ന് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണമെങ്കിലും തണുപ്പിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക, കുഴപ്പമൊന്നുമില്ല. അതിങ്ങനെ വെച്ചിട്ട് ആ ഒരു പൊടികളും കൂടെ ചേർത്തത് ഞാൻ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയില്ലേ, കുറച്ച് ഹെൽത്തി ആവുമല്ലോ. അത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുന്നതാണ്. കണ്ടോ, എല്ലാം ഒരു സൈഡിൽ നിന്നൊക്കെ ഒരു വിട്ട് വരുന്ന ഒരു ഇതായിട്ടുണ്ട്. കണ്ടോ, അപ്പൊ ഇനി നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തിട്ടൊക്കെ എടുക്കണം. സൈഡിൽ നിന്നൊക്കെ ഒരു വിട്ട് വരുന്ന പോലെ ആയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിരുന്നതാണ്. നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, ഈ ഒരു രീതിക്ക് നല്ല ഷേപ്പിൽ നല്ല ഭംഗിക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് നല്ല ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല നമ്മളെ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു രീതിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അത് നമുക്കിപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ചീത്തയാവുന്നില്ല. ഫ്രിഡ്ജിൽ വെച്ച് ഒരു 3-4 ദിവസത്തേക്കൊന്നും ആവത്തൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ അതിന്റെ പുറകിലാണല്ലോ നമ്മൾ ഈ ഒരു എള്ളിന്റെ ഇതൊക്കെ ഇട്ട് അതിന്റെ കണ്ടോ, ഡിമോൾഡ് ചെയ്തെടുക്കുമ്പോൾ അത് അഭിപ്രായതാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ദീപാവലി സ്പെഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കൊടുക്കാനും ഒക്കെ നല്ല. കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഒരു മധുരം നമുക്കിപ്പോൾ കടയിൽ നിന്നൊന്നും ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങി കൊടുക്കാതെ തന്നെ വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റ് അല്ലേ ഇത്. അതുമല്ല, പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാനും കഴിയും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി ദീപാവലി സ്പെഷ്യൽ ആയിട്ടുള്ള ഈ സ്വീറ്റിന്റെ റെസിപ്പി. ഓക്കെ, എല്ലാവരും ഇഷ്ടാവും. എല്ലാവർക്കും കഴിച്ചാൽ എല്ലാവരും റെഡിയാക്കി നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.